മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ കോൺഗ്രസിന്റെ പരാജയത്തിനായി പാലം വലിച്ചത് ആര്യാടൻ ഷൗക്കത്താണെന്ന് CPIM. ഇതിന്റെ ഫലമായാണ് VV പ്രകാശിന്റെ കുടുംബം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഷൗക്കത്തിനെതിരെ തിരിഞ്ഞതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെ നിലമ്പൂർ വിധിയെഴുതും എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് ഗുരുതര ആരോപണം. 2021 നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന VV പ്രകാശിനെതിരെ PV അൻവർ 2000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയിച്ചത്. VV പ്രകാശിന്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷൗക്കത്തിനെതിരായ ഒളിയമ്പെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. അച്ഛന്റെ ഓർമ്മകൾ ഓരോ നിലമ്പൂരുകാരന്റെ മനസ്സിലും എരിയും എന്നായിരുന്നു VV പ്രകാശിന്റെ മകളുടെ പോസ്റ്റ്. ഈ ഘട്ടത്തിൽ ജയം ഉറപ്പിക്കാൻ BJPയുമായും മുസ്ലിം മത മൗലികവാദികളുമായും ചേർന്ന് മഴവിൽ സഖ്യം രൂപീകരിക്കാനാണ് കോൺഗ്രസും ലീഗും ശ്രമിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയെ നിർത്താനില്ലെന്നും BDJSനെ വിട്ടുനൽകുകയും ചെയ്യുകയാണെങ്കിൽ പട്ടാമ്പി, ബേപ്പൂർ, വടകര മോഡൽ ആവർത്തിക്കാനാണ് ശ്രമമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. PV അൻവറിന്റെ രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെ നിലമ്പൂരിൽ വിധിയെഴുതുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അൻവർ UDF നേതാക്കളുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഉപതിരഞ്ഞെടുപ്പ്. നിലമ്പൂർ വലതുപക്ഷ കോട്ടയല്ല. രാഷ്ട്രീയ വഞ്ചനയ്ക്ക് നിലമ്പൂർ ജനത കൂട്ടുനിൽക്കില്ലെന്ന് നേരത്തെ തെളിയിച്ചതാണ്. നിലമ്പൂരിൽ സർക്കാരിന്റെ ഭരണമികവ് നേട്ടമാകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ചേലക്കരയിലേതുപോലെ നിലമ്പൂരും CPIM നിലനിർത്തും. മൂന്നാം LDF സർക്കാരിനുള്ള കാഹളമാണ് നിലമ്പൂരിൽ നിന്നും ഉയരുക എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.